അവർ ചാനൽ ദിശ മലയാളി യൂട്യൂബ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് 4 അമേസിംഗ് സ്കിൻ കെയർ ഹാക്സ് ആണ്. അതായത് 4 സ്കിൻ കെയർ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 4 കിഡിലൻ ഹോം റെമഡീസ് ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ഇതൊക്കെ ഞാൻ കുറെ നാളുകളായിട്ട് ചെയ്ത് നോക്കിയിട്ട് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഉറപ്പുള്ള സംഭവങ്ങളാണ് കേട്ടോ ഈ 4 അപ്പൊ നമുക്ക് കണ്ടു നോക്കിയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്താ വേണ്ടേ, തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. വീഡിയോസ് ഒന്നും തന്നെ മിസ് ചെയ്ത് അപ്പം തന്നെ കാണാനും പറ്റും. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഹാക്ക് എന്താന്ന് നോക്കാം. മിക്കവാറും എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് കണ്ണിന് താഴെ ഉണ്ടാകുന്ന കറുപ്പ് നിറം. ഇപ്പൊ ചിലർക്ക് ഇപ്പൊ എന്തെങ്കിലും ഉറക്കമില്ലായ്മ കാരണോ അല്ലെങ്കിൽ ഒരുപാട് നേരം വർക്ക് ചെയ്യുന്ന കാരണോ ലാപ്ടോപ്പ് അല്ലെങ്കിൽ TV മൊബൈലൊക്കെ യൂസ് ചെയ്യുന്നത് കാരണോ അല്ലെങ്കിൽ എന്താ പറയാ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ കുറെ നേരം വെയിൽ കൊള്ളുമ്പോഴോ ഒക്കെ കണ്ണിന് താഴെ കറുപ്പ് വരാം. ഒരുപാട് ടെൻഷൻ അടിച്ച് കിടക്കുമ്പോഴൊക്കെ കണ്ണിന് താഴെ കറുപ്പ് വരാം. അപ്പൊ ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു കുക്കുമ്പർ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കണ്ണിന് മീതെ വെക്കുകയാണെങ്കിൽ ഒരു 2-3 ദിവസമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് മാറിക്കിട്ടും. ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ഒരു ഹോം റെമഡി എന്ന് പറയുന്നത് കുറെ കാലങ്ങളായിട്ട് കണ്ണിന് താഴെയുള്ള ഒരു കറുപ്പ് നിറം മാറാത്തവരുണ്ടാവും. ഇപ്പോൾ കണ്ണിന് എന്തെങ്കിലുമൊക്കെ അലർജി കാരണം ഇങ്ങനെ തിരുമ്മി കണ്ണു താഴെ കറുപ്പ് വരാം. അതുപോലെ തന്നെ കണ്ണാടി വെക്കുമ്പോൾ കണ്ണിന്റെ ചുറ്റും ഇങ്ങനെ കറുത്ത് നിറം വരാറില്ല, അങ്ങനെ വരുന്ന കറുപ്പ്. അപ്പം കുറെ കാലങ്ങളായിട്ട് എന്ത് ചെയ്തിട്ടും മാറാത്ത കണ്ണു താഴെ ഒരു കറുപ്പ് നിറം, അത് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ ഞാനിത് കുറച്ച് നാളുകളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് കുറെ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് കണ്ണിന് താഴെ കറുപ്പ് നിറമുണ്ട്. അപ്പൊ ഇത് മാറാൻ വേണ്ടിയിട്ട് ഞാനൊരു ഹോം റെമഡി ചെയ്യുന്നുണ്ട്. അതിന്റെ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് ഷെയർ ചെയ്യണേ അന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ റിസൾട്ട് കിട്ടി. അപ്പൊ അതാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഫസ്റ്റ് ഹാക്ക്. അപ്പൊ നമുക്ക് കണ്ടിട്ട് വരാം. അപ്പൊ നമുക്കിതിന് വേണ്ടിയിട്ട് വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഫസ്റ്റ് ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് പംകിൻ, സെക്കൻഡ് ഇൻഗ്രീഡിയന്റ് ക്യാരറ്റ്. അപ്പൊ ഇതിൽ നിന്ന് രണ്ടിനും ചെറിയൊരു പീസ് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. ഇത് മാത്രമായിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. അതിനുശേഷം അരിച്ചിട്ട് അതിന്റെ ജ്യൂസ് എടുക്കുക. അപ്പൊ നമുക്ക് നല്ല കളറിൽ തിക്കായിട്ടുള്ള അതിന്റെ ഒരു ജ്യൂസ് മാത്രമായിട്ട് കിട്ടും. വെള്ളം ഒട്ടും ചേർക്കരുത് കേട്ടോ. ഇനി നമ്മളിത് അപ്ലൈ ചെയ്യുന്ന ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു കോട്ടൺ പാഡോ അല്ലെങ്കിൽ പഞ്ഞിയോ എന്തെങ്കിലും എടുക്കാം. അപ്പം ഞാൻ ഇവിടെ ഒരു പാഡ് എടുത്തിട്ടുണ്ട്. ഇതിനെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഒരു ജ്യൂസിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യുക. അപ്പം നമ്മളിത് കണ്ണിന് താഴെ വെക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഫ്രിഡ്ജിലൊന്ന് എടുത്ത് വെക്കുകയാണെങ്കിൽ ഒന്ന് തണുത്ത് കിട്ടും. അപ്പോൾ ഒരു തണുപ്പോടെ തന്നെ വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നമ്മുടെ കണ്ണിന് തടുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതേ ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു നനവ് മാറുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആ ഫുൾ ജ്യൂസ് നമ്മുടെ ആ ഒരു എന്താ പറയുക സ്കിന്നിലേക്ക് ഇങ്ങനെ അബ്സോർബ് ആകും. അപ്പോൾ അതൊന്ന് ഡ്രൈ ആകുമല്ലോ. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമുക്കത് ഊരി മാറ്റാവുന്നതാണ്. മൊത്തത്തിലൊരു 20-25 മിനിറ്റ് ഒക്കെ ഇങ്ങനെ വെച്ചിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ റെമഡിയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. അത്രയും ഇഫക്റ്റീവാണ് സംഭവം. ഇനി കണ്ണിന് താഴെ മാത്രമല്ല, കണ്ണിന് മുകളിലും നമുക്ക് ഇങ്ങനെ കറുപ്പുണ്ടെങ്കിൽ അവിടെയും ഇതുപോലെ ഇത് നനച്ചിട്ട് ഈ ജ്യൂസിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റെമഡിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം. എന്നിട്ട് അപ്പൊ കണ്ടില്ലേ, അപ്പൊ നിങ്ങൾ ഇത് ഒരു 2 ആഴ്ചയൊക്കെ അടുപ്പിച്ച് ചെയ്തുകൊണ്ടിരിക്കുക, എങ്കിൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹാക്ക്. ഇനി നമുക്ക് സെക്കൻഡ് ഹാക്ക് എന്താന്ന് നോക്കാം. അപ്പൊ സെക്കൻഡ് ഹാക്ക് എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പ് നിറം, ഡാർക്ക് നെക്ക്, അതുപോലെ തന്നെ അണ്ടർ ആം ഡാർക്ക്നെസ്, ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു കിഡിലൻ പാക്ക് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം സെക്കൻഡ് ഹാക്ക് എന്താണുള്ളത്. അപ്പൊ നമുക്കതിന് മെയിൻ ആയിട്ട് വേണ്ടുന്ന ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് പൊട്ടറ്റോ ജ്യൂസ് ആണ്. അപ്പൊ ഞാനിവിടെ ഒരു ചെറിയ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അതിന്റെ തൊലി കളഞ്ഞിട്ട് ഇത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ്. സെക്കൻഡ് ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഏത് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് ലെമൺ ആണ്. ഒരു ചെറിയ പീസ് മതിയാവും കേട്ടോ. അപ്പൊ അതുകൂടെ ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കാം. ഇനി നിങ്ങളുടെ ഒരു ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് തേൻ കൂടെ ചേർക്കാം. അപ്പം നമ്മുടെ സ്കിൻ ഇങ്ങനെ ഡ്രൈ ആക്കാതെ കൂടെ നോക്കണമല്ലോ. അപ്പോൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ കുറച്ച് തേൻ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാം, ആവശ്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് പൊട്ടറ്റോ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നത് വരെ നിങ്ങൾക്ക് പൊട്ടറ്റോ ജ്യൂസ് ആഡ് ചെയ്യാം. ഓക്കെ, ഒരുപാട് ഇങ്ങനെ ലൂസ് ആകരുത്, ഒരു ക്രീമി കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുക്കുക. അതിനുശേഷം നമുക്ക് എവിടെയാണോ ഡാർക്ക് ആയിട്ടുള്ളത് അവിടേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ
ഈ ഒരു പാക്ക് ആഴ്ചയിൽ ഒരു 3-4 തവണ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ ഈ ഒരു പാക്ക് കൂടാതെ ആഴ്ചയിൽ ഒരു 2 തവണയൊക്കെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നെക്കിലേക്ക് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഒരു ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആകാനും സ്കിൻ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കാനും അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സ്ക്രബ് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല. അപ്പം നിങ്ങൾക്കറിയാലോ, വീക്കിലി എന്തായാലും നമ്മളൊരു 2 തവണ 1-2 തവണ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതുപോലെ നെക്കിലൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവാണ്. അതുകൂടാതെ ഈ ഒരു പാക്കും നമുക്ക് നമ്മുടെ ഡെയിലി റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ടാവും. കിട്ടില്ല ഒരു പാക്കാണ്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് നമുക്ക് ബാക്ക് സൈഡിലും ഫ്രണ്ട് നെക്കിലും എല്ലാം ഫുള്ളായിട്ട് ചുറ്റിനും അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഡ്രൈ ആകുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് വാഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾ റെഗുലറായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ കൈമുട്ടിലെയും കാൽമുട്ടിലെയൊക്കെ കറുപ്പ് മാറാനും ഇത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കൈകളിലെയും കാലുകളിലെയൊക്കെ ടാൻ മാറാൻ നല്ലതാണ്. അപ്പോൾ അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം. ഇപ്പം ഞാൻ ഈ പാക്ക് ഡ്രൈ ആയപ്പോൾ ഒരു തുണി നനച്ചിട്ട് അതിങ്ങനെ തുടച്ചെടുക്കുകയാണ്. കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക. വീക്കിലി ഒരു 3-4 തവണയൊക്കെ ചെയ്യാവുന്നതാണ്. റെഗുലറായിട്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ. തേർഡ് ഹാക്ക് എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന പിഗ്മെന്റേഷൻ മാറാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പൊ നമ്മുടെ മുഖത്ത് ഇങ്ങനെ കറുത്ത പാടുകള്, അതുപോലെ തന്നെ ഡിസ്കളറേഷൻ, വെയിലേറ്റുണ്ടാകുന്ന കരുവാളിപ്പ്, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ മാറ്റി നമ്മുടെ സ്കിന്നിന് നല്ലൊരു തിളക്കം നൽകാനും ഈ പിഗ്മെന്റേഷനും പാടുകളും ഒക്കെ മാറ്റിയെടുക്കാനും നമ്മുടെ സ്കിൻ നല്ല ക്ലിയർ ആകാനും സഹായിക്കുന്ന ഒരു കിടിലൻ പാക്കാണ് അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കണ്ടിട്ട് വരാം. അപ്പൊ നമുക്കിതിന് വേണ്ടുന്ന ഫസ്റ്റ് ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ലിക്കോറൈസ് പൗഡർ ആണ്, അല്ലെങ്കിൽ ഇരട്ടി മധുരം എന്ന് പറയും. പിന്നെ നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കം നൽകാനും പാടുകൾ പോകാനും സ്കിൻ ലൈറ്റനിങ്ങിനും ഒക്കെ വളരെയധികം നല്ലതാണ്. അപ്പൊ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് കസ്തൂരി മഞ്ഞളാണ്. അതൊരു 1/4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതില്ലെന്നുണ്ടെങ്കിൽ സാധാരണ മഞ്ഞളായാലും മതി. ഇനി നിങ്ങളുടെ ഒരു ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർത്ത് കൊടുക്കുക. തേനുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ പാക്കുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഡ്രൈ സ്കിൻ ഉള്ളവർ സ്കിൻ ഡ്രൈ ആകാതെ നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സ്കിൻ മോയ്സ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് കൂടെ നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, ലാസ്റ്റ് നമുക്ക് വേണ്ടുന്നത് പൊട്ടറ്റോ ജ്യൂസ് ആണ്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് എന്താ പറയുക, നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്യാൻ ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് പൊട്ടറ്റോ ജ്യൂസ് ചേർത്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രം മതി. പിന്നെ ഓയിലി സ്കിൻ ഉള്ളവർ ഈ തൈരും തേനും ചേർക്കണമെന്നില്ല. പക്ഷെ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആണെങ്കിൽ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതുപോലെ തന്നെ നോർമൽ സ്കിന്നും. അപ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത് ഡ്രൈ സ്കിന്നുള്ളവരുടെ കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ഡ്രൈ ആകാതെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ തൈരും തേനും ചേർക്കാൻ പറഞ്ഞു കേട്ടോ. മറ്റുള്ളവർക്ക് അത് വലിയ പ്രശ്നമില്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ആ 2 സംഭവങ്ങളും അവോയ്ഡ് ചെയ്യാം. ചിലർക്ക് തൈര് ചേരില്ല, ചിലർക്ക് മഞ്ഞൾ ചേരില്ല. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇങ്ങോട്ട് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ വന്നിട്ട് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ലിക്വിഡൈസ് പൗഡറും അതുപോലെ തന്നെ പൊട്ടറ്റോ ജ്യൂസുമാണ്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ പിഗ്മെന്റേഷൻ മാറാൻ വേണ്ടിയിട്ടുള്ള പാക്ക്. അപ്പോൾ ഇത് ഡ്രൈ ആകുന്നവരെ വെയിറ്റ് ചെയ്യുക. ഡ്രൈ ആയതിനു ശേഷം ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുക. അപ്പം ഞാനിങ്ങനെ വെള്ളം വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിത് വാഷ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഒരു ദിവസം ഇടവിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. കിടിലം പാക്കാണ്, ഒരു രക്ഷയില്ലാത്തൊരു പാക്കാണ് കേട്ടോ. അപ്പം ഞാൻ കുറേ നാളുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എന്ന് നിർത്തണം എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ നിങ്ങളുടെ സ്കിൻ കെയർ ചെയ്യുന്നവരെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഫോർത്ത് ഹാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ലിപ്സിൽ ഉണ്ടാകുന്ന പിഗ്മെന്റേഷൻ മാറാൻ വേണ്ടിയിട്ടുള്ളതാണ്. ചിലർക്ക് ലിപ്സിൽ ഇങ്ങനെ കറുത്ത പുള്ളികൾ പോലെ വരും, ലിപ്സ് ഒരുപാട് ഡാർക്ക് ആകാറുണ്ട്. അപ്പൊ ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ റെമഡിയാണ്. വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെമഡിയാണ് ഇത് കേട്ടോ. അപ്പൊ ഇത് മാത്രം ചെയ്താൽ മതിയാവും. ഇത് നമുക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കാം. അപ്പൊ നമ്മുടെ ആ ഒരു നാച്ചുറൽ ലിപ് ഷെയ്ഡിലേക്ക് കൊണ്ടുവരാൻ ഇത് മാത്രം ചെയ്താൽ മതിയോ. ഇപ്പൊ നാച്ചുറൽ ആയിട്ട് ഓൾറെഡി നമ്മുടെ ഒരു ഡാർക്ക് ലിപ്സ് ആണെങ്കിൽ അത് മാറ്റാനൊന്നും പറ്റത്തില്ല കേട്ടോ. ഒരു പിങ്ക് അല്ലെങ്കിൽ റെഡ് ലിപ്സ് അങ്ങനെ നോക്കാൻ പറ്റത്തില്ല. നമ്മുടെ സ്കിൻ ടോണിന്റെ കാര്യം പറഞ്ഞാൽ തന്നെ ഇപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ കളർ എന്താണോ അത് നമുക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മള് ഇപ്പോ സിഗരറ്റ് ഒക്കെ വലിക്കുന്നവർക്ക് ചുണ്ട് ഡാർക്ക് ആകാറുണ്ട്. അതുപോലെ തന്നെ ഈ ചുണ്ടിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നക്കാറില്ലേ, അപ്പൊ അങ്ങനെ സലൈവ വെച്ചിട്ട് നമ്മളിങ്ങനെ ടച്ച് ചെയ്യാറില്ലേ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ചിലർക്ക് ലിപ്സ് ഇങ്ങനെ പിഗ്മെന്റേഷൻ വരാറുണ്ട്, ഡാർക്ക് ആകാറുണ്ട്. അതുപോലെ തന്നെ
ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട്. നമ്മൾ മിക്കവാറും എല്ലാവരും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ലിപ്സ്റ്റിക്ക് ഇങ്ങനെ നിരന്തരം യൂസ് ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മുടെ ലിപ്സിൽ ഇങ്ങനെ പിഗ്മെന്റേഷൻ വരാറുണ്ട്. അതുപോലെ തന്നെ ലിപ് ബാംസ് യൂസ് ചെയ്യുമ്പോഴൊക്കെ പിഗ്മെന്റേഷൻ വരും. അപ്പോൾ ഇതൊക്കെ മാറ്റി, അപ്പോൾ ഇത്തരം പ്രശ്നം ഇതിൻ്റെയൊക്കെ ഒരു സൈഡ് എഫക്റ്റ് കാരണം വരുന്ന ആ ഒരു പിഗ്മെന്റേഷൻ മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു സംഭവം മാത്രം ചെയ്താൽ മതിയാവും. അത്രയും കിടിലൻ റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. ഭയങ്കര സിമ്പിൾ. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ വിചാരിക്കുമ്പോൾ ഇതാണോ ഇത്രയും സിമ്പിൾ ഒരു സംഭവമാണ്? അതെ, സിമ്പിൾ ഒരു സംഭവമാണ്. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ഒരു ലിപ് ഷെയ്ഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ലിപ്സ് നല്ല സോഫ്റ്റ് ആവും, ആ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആവും, കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ലിപ്സിന്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള നിറം തിരികെ കൊണ്ടുവരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം 4th ഹാക്ക് എന്താണുള്ളത്. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഓയിലാണ് വേണ്ടുന്നത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. കോക്കനട്ട് ഓയിലും അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ഓയിലും. അപ്പം ഞാനിത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ബോട്ടിലാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് എടുത്തതേ ഉള്ളൂ. അപ്പം ഞാനത് മിക്സ് ചെയ്ത് കാണിക്കേണ്ട കാര്യമില്ല. കോക്കനട്ട് ഓയിൽ എല്ലാവരുടെയും കയ്യിലുണ്ടാവും, വൈറ്റമിൻ ഇ ഓയിൽ ഉണ്ടാവും. 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ എടുക്കുക, 1 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ അതിലേക്ക് പൊട്ടിച്ച് ചേർക്കുക, രണ്ടും കൂടെ മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കാം. അപ്പോൾ കുറച്ച് എടുക്കുക, എന്നിട്ട് നിങ്ങളിത് ലിപ്സിലേക്ക് അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഈ ലിപ്സിന് ചുറ്റുമുള്ള ഒരു ഏരിയ ഉണ്ടല്ലോ, നമ്മുടെ മൗത്തിന് ചുറ്റുമുള്ള ഏരിയ, ചിലർക്ക് അവിടെ ഇങ്ങനെ ഡാർക്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ അത് മാറാനും ഇത് വളരെയധികം നല്ലതാണ്. അപ്പോൾ മൗത്തിന് ചുറ്റും കൂടെ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ മസാജ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ്സോളം വെച്ചിരിക്കുക. അതിനുശേഷം നമുക്കിത് വൈപ്പ് ചെയ്ത് മാറ്റാവുന്നതാണ്. അപ്പം ഞാൻ സാധാരണ എല്ലാ ദിവസവും അല്ല, ഒരു ആഴ്ചയിൽ ഒരു 3-4 തവണയൊക്കെ കുളിക്കുന്നതിന് ഒരു 30 മിനിറ്റ് മുമ്പായിട്ട് എൻ്റെ ഫേസിൽ ഇങ്ങനെ ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതും ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവർക്കും ഈ ഓയിൽ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് അത്ര സ്യൂട്ട് ആവാറില്ലല്ലോ. അതുകൊണ്ടാണ് ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറയാഞ്ഞത്. ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. അപ്പൊ ഇത് എല്ലാ ദിവസവും നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് കണ്ട ഈ ഒരു 4 സ്കിൻ കെയർ ഹാക്സും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്ന 4 ഹോം റെമഡീസ് ആണ്. അതായത് ഈ സ്കിൻ കെയർ പ്രോബ്ലംസിനൊക്കെ ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്ന 4 റെമഡീസ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക, എന്നിട്ട് എൻ്റെ അടുത്ത് റിസൾട്ട് പറയണം. ഒരാഴ്ച കൊണ്ടൊന്നും റിസൾട്ട് കിട്ടത്തില്ല എന്നുള്ളത് എനിക്കറിയാം. അപ്പൊ നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു 1 മന്തെങ്കിലും ഇത് ചെയ്ത് നോക്കുക, എന്നിട്ട് എൻ്റെ അടുത്ത് റിസൾട്ട് പറയാം. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് വേണം? ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ ഇടണം. പിന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ബൈ.